കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ആയിട്ടില്ല. മുഖ്യമന്ത്രി ആരെ എന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും എന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതും സ്ഥിരീകരിക്കാനാകുന്നില്ല. മികച്ച വിജയം നേടി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ആകാത്ത നിലയിലാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടത്തിയ ചർച്ചയിലും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയില്ല. ഈ മാസം 23 വരെ സമയം ഉണ്ട് എന്നും ഉചിതമായ സമയത്ത് മുഖ്യമന്ത്രി തീരുമാനിക്കും എന്നുമായിരുന്നു ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി പറഞ്ഞത്. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ഫ്ലക്സ് യുദ്ധം തൽക്കാലത്തേക്ക് ശമിച്ച സാഹചര്യം കൂടിയാണുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് R കിരൺ ബാബു, പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്ത്, ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ എന്നിവർ ആണ് ചേരുന്നത്. ഞാൻ ആദ്യം ഡാനിലേക്ക് പോകുന്നു. ഡാൻ, ഇതാ നിർണായകമാകുന്ന ചർച്ചകൾ അതാണ് ഇന്നലെ നടന്നത്. മണിക്കൂറുകളോളം നീണ്ട ചർച്ചകളായിരുന്നു ഖാർഗെയുടെ വസതിയിൽ. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ നേതാക്കൾ ഒരേ സ്വരത്തിൽ ഈ തെരുവിലെ പോര് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. പക്ഷേ അതിനപ്പുറത്ത് ചർച്ചയിൽ തീരുമാനമെടുക്കാനോ ചർച്ചയിൽ ഒരു അന്തിമമായ പേരിലേക്ക് എത്താനോ സാധിച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു തെരുവിൽ ഉള്ള പ്രതിഷേധം ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ പാർട്ടി കേന്ദ്രങ്ങളിൽ വ്യക്തതയുണ്ടോ ആരായിരിക്കും അടുത്ത മുഖ്യമന്ത്രി? ഇപ്പോഴും 3 പേരും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും അവരുടെ അനുഭാവികളുമൊക്കെ ഒരുപോലെ പ്രതീക്ഷ പുലർത്തുകയാണോ ഡാൻ? ഇന്നലെ നടന്ന ഹൈക്കമാൻഡിന്റെ വിശദമായ ചർച്ചയിൽ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയും 3 നേതാക്കളെയും KC വേണുഗോപാലിനെയും VD സതീശനെയും രമേശ് ചെന്നിത്തലയും പ്രത്യേകമായി കാണുകയും ഒരുമിച്ചിരുത്തി അവരുമായി സംസാരിക്കുകയും ചെയ്തെങ്കിലും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിനപ്പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായത് വൈകാരികമായ പ്രതികരണമാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. തെരുവിൽ ചരിത്ര വിജയത്തിന് പിന്നാലെ നടന്ന മുഖ്യമന്ത്രി പദത്തിനു വേണ്ടിയുള്ള ഏറ്റുമുട്ടൽ പാർട്ടിക്കും നേതാക്കൾക്കും ഒരുപോലെ അവമതിപ്പുണ്ടാക്കുന്നതാണ്. സ്വന്തം അണികളെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത നേതാക്കൾക്ക് എങ്ങനെയാണ് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള വളരെ കാർക്കശ്യം നിറഞ്ഞ പെരുമാറ്റം രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് വിവരം. മുഖ്യമന്ത്രിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കും, നിങ്ങൾ അനുസരിക്കണം എന്ന തരത്തിലേക്ക് രാഹുൽ ഗാന്ധി ശാഠ്യം നിറഞ്ഞൊരു നിലപാട് അവിടെ എടുത്തു എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഉമ്മൻചാണ്ടിയുടെയും AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന KC വേണുഗോപാലിന്റെയും ഒരുമിച്ചുള്ള ഫ്ലെക്സിൽ കരിയോലൊഴിച്ച ശേഷം അത് വലിച്ചു കീറിയതാണ് ഏറ്റവും അധികം ഹൈക്കമാൻഡിനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടികൾ വെച്ചുറപ്പിക്കാനാവില്ല. ഇനി ഇത്തരം നടപടികൾ ഉണ്ടായാൽ മുഖം നോക്കാതെ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കേണ്ടി വരുമെന്ന ഒരു താക്കീത് കൂടി മുന്നറിയിപ്പിന്റെ സ്വഭാവത്തിൽ രാഹുൽ ഗാന്ധി നേതാക്കൾക്ക് നൽകിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതിനിടയിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം നിർണായകമായി ഇപ്പോഴും രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. ഇന്നലെ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കുമെന്ന വലിയ പ്രചാരണങ്ങളെയും അഭ്യൂഹങ്ങളെയും തുടർന്ന് KPCC ആസ്ഥാനമായി ഇന്ദിരാഭവനിൽ KC അനുകൂലികൾ മധുരം വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ വരെ നടത്തിയതാണ്. അത്ര വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു അവർ. പക്ഷേ ഈ തർക്കങ്ങൾ നീണ്ടതോടെ പ്രഖ്യാപനം പിന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട് എന്നും ഘടകകക്ഷികളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടി പിന്തുണയോടെ ആ തീരുമാനം പ്രഖ്യാപിക്കാനായുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ 48 മണിക്കൂർ കൂടി സമയമെടുത്തേക്കാം. അതിനകത്ത് ഘടകകക്ഷി നേതാക്കളുമായി ലീഗിന്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെയും മറ്റ് ചെറുകക്ഷികളുടെയും നേതാക്കന്മാരുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ വീണ്ടും സംസാരിക്കും. ഒരുപക്ഷെ അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചേക്കും എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. അതിൽ കൃത്യമായൊരു സമയം നിശ്ചയിച്ചിട്ടില്ല. എന്തായാലും അവരെ വിശ്വാസത്തിലെടുക്കാതെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കാൻ കഴിയില്ല. അവരുടെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ നിലവിലുണ്ടായിരിക്കുന്ന പ്രതികരണം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആർക്കും നിരാശപ്പെടേണ്ടി വരില്ലാത്ത ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തും എന്നുള്ള സൂചനകളാണ് ഒടുവിൽ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഡൽഹിയിൽ നിന്ന് R കിരൺ ബാബു കൂടി ചേരുകയാണ്. കിരൺ, ഇതാ മെയ് 4-ാം തീയതി വന്ന ഫലമാണ്. മെജോറിറ്റി ഇല്ലാത്ത തമിഴ്നാട്ടിൽ പോലും വിജയിക്ക് ഒരു സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു. ഇവിടെയാകട്ടെ വലിയ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF അധികാരം തിരിച്ചുപിടിക്കുന്നത്. അതിൽ തന്നെ കോൺഗ്രസിന് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള അംഗബലവുമാണ് ഉള്ളത്. അപ്പോഴും മാരത്തൺ ചർച്ചകൾക്ക് ശേഷവും ഒരു മുഖ്യമന്ത്രി എന്ന പേരിലേക്ക് എന്തുകൊണ്ടാണ് എത്താൻ പറ്റാത്ത സാഹചര്യം? ഈ ഫ്ലക്സ് യുദ്ധം ഏതാണ്ട് അവസാനിച്ചു എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലി അവസാനിച്ചു എന്ന് വിലയിരുത്താനാകും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.